അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഓരോ വിമാനമെത്തുമ്പോഴും അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത് ബന്ധുക്കൾ മാത്രമല്ല, വിവിധ അന്വേഷണ ഏജൻസികൾ കൂടിയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ പറന്നിറങ്ങിയ അമേരിക്കൻ വിമാനത്തിൽ നിന്നും പുറത്തെത്തിയ 2 പേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലക്കേസ് പ്രതികളായ സന്ദീപും പ്രദീപുമായിരുന്നു അവർ. കൊല നടത്തിയതിനു ശേഷം അമേരിക്കയിലേക്ക് മുങ്ങുകയായിരുന്നു. അവിടെ വെച്ച് അവരെ പിടികൂടുകയും നാടുകടത്തുകയും ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഇവർ ഉള്ളത്. ഒപ്പം തന്നെ അവിടെ നിന്ന് നാട്ടിൽ എത്തിയവരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടാണ് പലരെയും പുറത്തുവിടുന്നത്. എങ്ങനെയാണ് ഈ മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായത്, എങ്ങനെയാണ് അവിടെ എത്തിയത്, ഇതിന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം ലഭിച്ചു തുടങ്ങിയ വിവരങ്ങൾ, പ്രാഥമിക വിവരങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവരെ സമീപിക്കാനുള്ള സാധ്യതയുള്ളതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പോകുന്ന ആളുകൾ കൂടുതൽ പേരും ജോലിയുടെ ആവശ്യത്തിന് മാത്രമല്ല, ഈ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും അടക്കം നടത്തി മുങ്ങിയവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി, ഏത് വഴിയാണ് ഇവർ എത്തിയതെന്നും ഏത് തരത്തിലാണ് അവിടെ എത്തിയതെന്നും എന്തൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നുമൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചോദിച്ച് മനസ്സിലാകുന്നത്. പഞ്ചാബിൽ ആദ്യമുണ്ടായിരുന്ന നിലവിളികളൊന്നും ഇപ്പോൾ അധികം ഉയരുന്നില്ല. കാരണം ഇനിയുള്ള വിമാനങ്ങളിലേക്ക് എത്തുന്നവരിലൊക്കെ കുറഞ്ഞ പക്ഷം 4 or 5 കൊലയാളികളോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരോ ഉണ്ടാകാമെന്നുള്ള കണക്കൂട്ടലിലാണ് പല സംഘടനകൾ. ഇന്നലെ വരെ വിലങ്ങ് വെച്ചതിനെക്കുറിച്ച് പറഞ്ഞവരൊന്നും ഇന്ന് അതിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കുന്നില്ല. കാരണം കൊലക്കേസ് പ്രതിയെ ഉൾപ്പെടെ ഒരു വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായ നടപടിയാണ് ഈ കയ്യാമം വെക്കുക എന്നുള്ളത്. കൊലക്കേസ് പ്രതി എന്നുള്ളത് ഇന്ത്യയിലെ കൊലക്കേസ് പ്രതിയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് അമേരിക്ക പറഞ്ഞത് അവർ ഇതിനു മുൻപും ഈ ലോകത്ത് എപ്പോഴൊക്കെയാണ് അവരുടെ ചെറിയ കുറ്റങ്ങൾക്ക് പോലും കയ്യാമം വെക്കുന്നതാണ് അവിടുത്തെ രീതി. കാരണം അവരുടെ ഒരു സുരക്ഷിതത്വമാണ് അവർക്ക് പ്രധാനം. ഏതായാലും കയ്യാമം വെക്കുന്നതിന് കരഞ്ഞവരൊന്നും ഇപ്പോൾ കരയുന്നില്ല. കാരണം ഇപ്പോൾ വന്നിറങ്ങുന്ന ഓരോ വിമാനത്തിൽ നിന്നും പിടികൂടപ്പെടുന്നവർ ക്രിമിനലുകളും ചില ഭീകരന്മാരും അതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി കൂടുതൽ പേർ എത്തുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേർ നാടുവിട്ട ഇല്ലെങ്കിൽ ഈ ഡോങ്കി വഴികളിലൂടെ അമേരിക്കയിൽ എത്തിയ അവരിൽ കൂടുതൽ കൊലയാളികളോ ഇല്ലെങ്കിൽ ഈ വിധ്വംസക പ്രവർത്തകരോ ഉണ്ടാകാമെന്നുള്ള കണക്കൂട്ടലാണ് NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.